ഇന്നെന്താ ചെയ്യാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കപ്പ എടുക്കാൻ പോകണം കേട്ടോ. കപ്പയും മുളക് ഉടച്ചതുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ മോൻ്റെ നിശ്ചയമാണ്. അപ്പോൾ എല്ലാ വിരുന്നുകാരും രാവിലെ തൊട്ടേ വരാൻ തുടങ്ങും. 2-3 പേരൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എല്ലാവർക്കും കപ്പയാണ് ഇഷ്ടം കേട്ടോ. ഇഡ്ഡലി സാമ്പാറൊക്കെ എല്ലാവരുടെ ഞങ്ങളുടെ വീടുകളിലെല്ലാം ഇഡ്ഡലി സാമ്പാറിനും ദോശ സാമ്പാറും ചമ്മന്തിയൊക്കെയാണ്. അപ്പോൾ കപ്പ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോയമ്പത്തൂരുള്ള എൻ്റെ നാത്തൂൻ്റെ മോളും മരുമോനുമാണ്. അപ്പോൾ എനിക്ക് സ്പെഷ്യൽ മിച്ചറൊക്കെ കൊണ്ടുവന്ന് അച്ചാറൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ ഈ ബോക്സ് കാണുന്നത് നവനീതിന് ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുത്തയച്ചതാണ് അവൻ്റെ കൂട്ടുകാരന്മാർ. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, അത് പിന്നെ പൊട്ടിക്കാം. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മയുടെ മോൾ കുറേ പൂക്കൾ കൊണ്ടുവന്ന്, ചെമ്പകവും പിന്നെ കനകാമ്പരം ഒക്കെ കൊണ്ടുവന്ന്, കെട്ടിയതും കൊണ്ടുവന്ന് കെട്ടാത്തയും കൊണ്ടുവന്നു. അപ്പോൾ ഇത് മണ്ഡപത്തിൽ കൊണ്ടുപോകാനുള്ള തട്ടങ്ങളും വിളക്ക് കലശം ഒക്കെയാണ്. അത് ഫ്ലാസ്ക്, ചായക്കുള്ള ഫ്ലാസ്ക് എല്ലാം ചേട്ടൻ അത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ഇതെൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ് കേട്ടോ. അപ്പോൾ അവൾ കുറേ പൂക്കൾ കൊണ്ടുവന്നത്, കെട്ടിയതും കെട്ടാത്തതുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ ഇരുന്ന് കെട്ടുകയാണ്, നല്ലതുപോലെ കെട്ടുക അവൾ പൂക്കൾ. ഇതാണ് നമ്മുടെ കല്യാണച്ചക്കൻ, ഇന്ന് നിശ്ചയത്തിൻ്റെ താരമാണിവൻ. അപ്പോൾ ഞാൻ ബിരിയാണിയൊക്കെ ചെയ്തപ്പോൾ അമ്മ ഞാൻ മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞ് അവനാണ് എല്ലാം ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ തേജു ആണെങ്കിൽ മണ്ഡപത്തിലോട്ട് സാധനങ്ങളൊക്കെ അടുപ്പിക്കാനൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഇവരെല്ലാവരും അവൽ നിറയ്ക്കുകയാണ് കേട്ടോ. അവൽ പാക്കറ്റ് ഞങ്ങൾക്ക് നിശ്ചയത്തിന് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് അവൽ നിറച്ചത്. അപ്പോൾ നമ്മുടെ ചേട്ടനെ കൊണ്ട് അവലൊക്കെ നിറച്ച് തറയിലൊക്കെ വീണപ്പോൾ നമ്മുടെ ചേട്ടനെ കൊണ്ട് എൻ്റെ ചേച്ചി അനിയത്തിയും കൂടെ തൂത്തുവാരിപ്പിക്കുകയാണ് കേട്ടോ. അവർ തമാശയൊക്കെ പറഞ്ഞ് തൂത്തുവാരും മൊത്തം ക്ലീനാക്കി. പിന്നെ എൻ്റെ മാമൻ്റെ മക്കളും മരുമോളും കൊച്ചുമക്കളും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ കളിപ്പാട്ടങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഒത്തിരി കളിപ്പാട്ടങ്ങളുടെ ഷെൽഫിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞ് നമുക്ക് ബോക്സിൽ എന്താണെന്ന് നോക്കാം, ഇനി വല്ല ബോംബ് വല്ലതും ആണോ എന്താണെന്ന് അറിയത്തില്ലല്ലോ. എന്തായാലും ബോക്സ് നമുക്ക് പൊട്ടിച്ച് നോക്കാം. അവന് മാത്രമേ ഉള്ളൂ ബുദ്ധിയുള്ളത്, അവൻ മാത്രമേ ഉള്ളൂ ബുദ്ധി കാണിച്ച് ടാറ്റ കാണിച്ച്. വേണ്ടാന്നാണോ പറഞ്ഞത് അതോ ആണോ? ബോക്സിനകത്ത് എന്തുവാന്നുള്ളത് ആകാംക്ഷയോട് നോക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അതാണ് ഐസിനകത്താണ് ഇരിക്കുന്നതല്ലേ. അടിയിൽ ഐസ് തണുപ്പുണ്ട്. അടക്കും ഐസ് അതുകൊണ്ട് വാടത്തില്ല. ഐസ് വെള്ളമായിട്ടുണ്ട് കേട്ടോ. ചൂടല്ലേ എന്തിനും ചൂടായിരിക്കും. കവറിനകത്തായോണ്ട് കളിഞ്ഞു പോയില്ല. ചെമ്പകം. അപ്പോൾ ആ ബോക്സ് തുറന്നപ്പോൾ നിറയെ പൂക്കളായിരുന്നു കേട്ടോ. മുല്ലപ്പൂ ഉണ്ടായിരുന്നു, പിച്ചിപ്പൂ ഉണ്ടായിരുന്നു, പിന്നെ റോസ തന്നെ പലതരത്തിലുള്ള റോസ, പിന്നെ നല്ല മണമുള്ളതാണ് ചെമ്പകപ്പൂ, മഞ്ഞ കളറിലെയാണ്. അത് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മണമായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിൽ കുറേ കൂട്ടുകാരന്മാരെല്ലാം കൂടെ ചേർന്ന് കൊടുത്തതാണ് കേട്ടോ. എല്ലാവരുടെ ഊണൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ മണ്ഡപത്തിലോട്ട് പോകാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുങ്ങി മണ്ഡപത്തിലോട്ട് വന്നിട്ടുണ്ട്. കോഴഞ്ചേരി വെച്ചാണ് നിശ്ചയം നടക്കുന്നത്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോള് എന്നെ നിർബന്ധിച്ച് ലൈറ്റ് കളറിലുള്ള ലിപ്സ്റ്റിക്ക് ഇടുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ചമ്മലുണ്ട് ആദ്യമായിട്ട് ഇടുന്നതുകൊണ്ട്, പിന്നെ ഞാൻ തുടച്ച് കളഞ്ഞു കുറച്ച്. അപ്പോൾ ഇനി നമുക്ക് മണ്ഡപത്തിലെ നമ്മുടെ നിശ്ചയത്തിൻ്റെ ഒരുക്കങ്ങൾ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോ എടുത്തിട്ടിരുന്നു വെച്ചാൽ ഞാനല്ല വീഡിയോ എടുത്തത്, എൻ്റെ ചേച്ചിയുടെ മോളും അതുപോലെ നമ്മുടെ ഒരു യൂട്യൂബർ വന്നിട്ടുണ്ട്, ബട്ട് ജി എന്നും പറഞ്ഞുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതും കൂടാണ് എടുത്തത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്ത് ഞാൻ ഇതിനകത്ത് വിശേഷങ്ങൾ പങ്കിടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുതേ. ओम सर्वमंगले शिवे सर्वार्थ साधके शरण्ये त्र्यंबके गौरी नारायण
ഇന്നെന്ത് പരിപാടി ഇന്നെന്ത് പരിപാടി അയ്യോ ഒരു കറി റാണി റാണി ആ ഓക്കെ ഓക്കെ ആ അപ്പം തന്നെ ഇങ്ങനെ തെങ്ങ് വിടാം. ഓക്കെ നീ അങ്ങോട്ടല്ലേ മോനവിടെ എനിക്ക് കഴിഞ്ഞില്ല. വളം കൊടുത്തേ നേരെ ഓക്കെ. ഞാൻ താഴെ പോവാ ശരിക്കും അത് കൊടുത്തു പോലുമില്ല പോ. എന്റെ പുറകെ വരുവേ. അന്ന പാത്ത മനസ്സിലായി.
ആ വീഡിയോ ഞാൻ സ്പോൺസർ ചെയ്യാം. ശരി ശരി. എടുക്കുമായിരിക്കും. ആ ആ എന്നാ മറ്റേ എക്സ്പ്രഷൻ ഇട്, പതുക്കെ പതുക്കെ കഴിക്കുന്ന എക്സ്പ്രഷൻ. ആ സാധനം വേണം. അമ്മയുടെ വീഡിയോക്കകത്ത്